Good morning, sir. Good morning. Good morning, sir. إلهي لاستفض السهل ولا أقوى على النار الجحيم واغفر لي تربة واغفر لي ذنوبي. ഹലോ ഓക്കെ ശരത്, എനിക്ക് എന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്. ഹലോ Sir, യെസ് യെസ്, am I audible? Good morning. Good morning, Good sir. morning, good morning, good morning. Am I audible? Yes. All right, very good. Thank you so much. So Good welcome morning. back. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാണ്, വെൽക്കം ടു ദ ടുഡേസ് സെഷൻ. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരും morning, വെൽക്കം sir. ചെയ്യും. യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സ്കൈലർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോമില് പുതിയ സെഷൻ ഓഫ് സീരീസിന് ഫസ്റ്റ് സെഷനാണ് ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന സെഷൻ. 5 ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. പല വിഷയത്തിലാണ് ഓരോ ട്രെയിനേഴ്സും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കിടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്ന് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹീൽ യുവർ ലൈഫ്. നമ്മുടെ ലൈഫ് എങ്ങനെ ഹീൽ ചെയ്യാം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഓക്കെ, ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE. Okay. All right. Very good. Very good. So Fairuza, thank you so much for coming, and Miss Ria, thank you so much. Okay. And Rahibu. Yes, Sana. നിങ്ങൾ എല്ലാവരും പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഇനി ലഭിക്കുക സ്കൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലാണ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ട്രസ്റ്റിംഗ് ആൻഡ് സ്റ്റേയിങ് വിത്ത് അസ്. ഇനി ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. റെഡി? സോ സെഷനിലേക്ക് കിടക്കുന്നത് എന്താണ് ഹീൽ യുവർ ലൈഫ് എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്. എന്താണ് ഹീൽ യുവർ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹീൽ യുവർ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് സെൽഫ് കൺട്രോൾ ആണ്. എന്താണ് സെൽഫ് കൺട്രോൾ എന്ന് പറയും? ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട്. ഓക്കെ, ആ സെൽഫ് കൺട്രോൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളിൽ ഒരുപാട് ഗുണങ്ങളിൽ ഒരു ഗുണമാണ് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ്? ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകും, നമുക്ക് നല്ല ആരോഗ്യമുള്ള അവസ്ഥയുണ്ടാകും. അല്ലെ, ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു പീസ്, സമാധാനത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ആ ഒരു സംഗതി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണ്? അതുണ്ടായാലുള്ള ഗുണം എന്താണ്? നമ്മൾ എന്താണോ വേണ്ടാത്തത് അതിൽ നിന്ന് മാറി നിൽക്കാനും എന്താണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തു പോകാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സംഗതി
നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? സെൽഫ് ഡിസിപ്ലിൻ നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ എന്തിന് ഹീല് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എന്തുകൊണ്ട് ഹീല് ചെയ്യണം? നമ്മളുടെ ലൈഫ് ഹീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? അതെന്തിനാണ്? നമ്മളുടെ വേദനകളാണ്, നമ്മുടെ അസുഖങ്ങളാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, നമ്മുടെ ട്രോമാസ് ആണ്. ഇതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് സമാധാനമുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഗോൾ സെറ്റിങ്ങിന്റെ. ആരെങ്കിലും പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇസ് ദർ എനിബഡി ഹു ഈസ് ഹിയർ? ഐ തിങ്ക് അംബ്ലി മാം ഈസ് ഹിയർ. ഐ തിങ്ക് ഷീ അറ്റൻഡഡ്. യെസ് മാം. യാ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹലോ. യാ, സർ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് മാം, പറഞ്ഞോളൂ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഓക്കെ. ഇന്നലെ നമ്മൾ അവിടെ പറഞ്ഞതിൽ വളരെ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, ഈ സെൽഫ് കൺട്രോളിന്റെ കാര്യം അല്ലെ? ശരിയാണോ? യെസ്. ഇമോഷണലി നമ്മളെ അതായത് നമ്മുടെ എനർജി ആയിട്ട് മിസ്മാച്ച് ആവുന്ന കാര്യങ്ങൾ നമ്മുടെ ഗോളില് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ സോ അതില് നമ്മുടെ ഇമോഷൻസിന് വലിയൊരു റോളുണ്ട്. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ഇമോഷൻസ് ആണോ ഫീൽ ചെയ്യുന്നത്, ആ ഇമോഷൻസിനനുസരിച്ചാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട ആഗ്രഹിക്കുന്ന കാര്യം, ഇതെല്ലാം നമ്മൾ എന്ത് ഇമോഷൻസ് ആണോ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഹീല് ചെയ്യാത്ത ലൈഫ് എന്താണ്? ഇമോഷൻസിനാൽ കലുഷിതമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹീല് ചെയ്യാത്ത ലൈഫ് എന്താണ്? ഇമോഷൻസിനാൽ കലുഷിതമായിരിക്കും. ഒരു മനുഷ്യൻ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ജീവിതത്തെ മാസ്റ്റർ ചെയ്തു എന്നുള്ളത്. ഒരാള് ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അയാളുടെ ജീവിതത്തെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്ത് ചെയ്യണം? ഉള്ള പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങൾ ഓരോന്നും ഹീല് ചെയ്യണം. ഓരോ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം? ഹീല് ചെയ്യണം. അത് ഹീല് ചെയ്ത് അദ്ദേഹം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള ഈ പ്രശ്നങ്ങൾ ഓരോന്നിനെയും ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യുക. അപ്പൊ എന്തെല്ലാം ഇമോഷൻസാണ് നമുക്കുള്ളത്? നമ്മുടെ മൈൻഡിൽ നമ്മൾ ഈ ഹീൽ ചെയ്താലുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ, ഇമോഷൻസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മുടെ ദേഷ്യം കുറയും, വെറുപ്പ് കുറയും, വിദ്വേഷം കുറയും, പക കുറയും. അതേപോലെ തന്നെ മനസ്സിനുള്ളിൽ ശാന്തത കൈവരിക്കും, സ്നേഹം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും, ഇഷ്ടം വർദ്ധിക്കും, ലവ് വർദ്ധിക്കും, സെൽഫ് ലവ് വർദ്ധിക്കും, അസൂയ ഇല്ലാണ്ടാകും. ഇതെല്ലാം ഇല്ലാണ്ടാകുമ്പോൾ എന്താകും? ശാന്തമായ ഒരു മനസ്സായി മാറും. മനസ്സിനുള്ളിൽ ഒന്നുമില്ലാതെ എല്ലാം തുടച്ചു വൃത്തിയാക്കി ക്ലീൻ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? യെസ് ഓർ നോ? അല്ലെ? മെഡിറ്റേഷൻ ചെയ്തിട്ടായിരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ഇന്ന് മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡ് ഒന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഹീലിംഗ്. മെഡിറ്റേഷൻ ഈസ് വൺ ഓഫ് ദ വേസ് ടു ഹീൽ യുവർ ലൈഫ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ കൂടുതൽ സമാധാനത്തിലേക്കും കൂടുതൽ ശാന്തതയിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നു. മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ കൂടുതൽ ഊർജം ഉണ്ടാകുന്നു, കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുന്നു, കൂടുതൽ നിയന്ത്രണം വരുന്നു.
ലൈഫിൽ കുറച്ചുകൂടെ കൺട്രോൾ കിട്ടുന്നു. ഞാൻ ഇന്ന് എന്ത് ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തിക്കുന്ന ചിന്തകളെ കുറിച്ച് കൺട്രോൾ കിട്ടുന്നു. നമുക്ക് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. സോ മെഡിറ്റേഷൻ ഈസ് വൺ ഓഫ് ദ മെത്തേഡ് വിച്ച് യു ക്യാൻ യൂസ് ടു ഹീൽ യുവർ ലൈഫ്. ലൈഫ് ഹീൽ ചെയ്യാൻ പറ്റുന്ന സ്കൈലർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, സ്കൈലർ ലേണിംഗ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനെന്ന് പറയുന്ന ഒരു ട്രെയിനിയുടെ ട്രെയിനിങ് മാത്രമല്ല ഉണ്ടാവുക. ഐ എം ഹാപ്പി ടു അനൗൺസ് ദാറ്റ് മൾട്ടിപ്പിൾ ട്രെയിനേഴ്സ് വിൽ കം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ വരുന്ന 5 ട്രെയിനേഴ്സ് ആണ്. ദോസ് ആർ ഇൻ ഹൗസ് ട്രെയിനേഴ്സ്. ദെൻ അടുത്തൊരു ഘട്ടത്തിൽ വീണ്ടും ട്രെയിനേഴ്സ് വരും. പല വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ. എൻ്റെ മുഖം തന്നെ കണ്ട് 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 മടുത്തതിന് പകരം ഇനി പുതിയ 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 ട്രെയിനേഴ്സ്, അതും നല്ല ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പല മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും. ഇതൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്കൈലർ ലേണിങ്സ്? എന്തുകൊണ്ടാണ് അങ്ങനെ പേര്? സ്കൈലർ എന്ന പേരിന് അർത്ഥം സ്കോളർ എന്നാണ്, പഠിതാവ്. അപ്പം സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അത് ഷെയർ ചെയ്യുകയും ആ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ലെവലിലേക്ക് പോകുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ലൈഫ് ഹീൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അറിവുകൾ നൽകിക്കൊണ്ട് നിങ്ങളെ എംപവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടും. സ്ട്രോങ് ആയിട്ട് കൂടെ ഉണ്ടാവണം. ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയൊരു ആരംഭമാണ്. ഇതിലേക്ക് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, എത്തിച്ചേരണം. സോ മറക്കരുത്, നമ്മുടെ ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാനല്ല ട്രെയിനിങ് എടുക്കുന്നത്, നാളെ മറ്റൊരു ട്രെയിനറാണ് ട്രെയിനിങ് എടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അധികം ആൾക്കാരും കാത്തിരിക്കുന്നുണ്ടാവും ശരത് സാറിൻ്റെ ഒരു ക്ലാസ് കിട്ടാൻ, അല്ലെങ്കിൽ ശരത്തിൻ്റെ ഒരു ക്ലാസ് കിട്ടാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നജ്ലയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. നജ്ല കിഡ്സ് EFT എന്ന് പറയുന്നതിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, EFTയിൽ തന്നെ കിഡ്സിന് ഫോക്കസ് ചെയ്യുന്നു. ഹാജറ കിഡ്സ് EFT റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള വാട്ട് ഈസ് EFT എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ദെൻ എൻ്റെ ഒരു കൂടെ എൻ്റെ സുഹൃത്തും എൻ്റെ കുറേ കാലങ്ങളായിട്ട് ഒരു കോച്ചുമായിട്ടുള്ള ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിൽ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെഷൻ എടുക്കുന്ന, ബിസിനസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ ബേസ് ചെയ്ത ടോപ്പിക്സിൽ സെഷൻ എടുത്തുകൊണ്ട് ശരവണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെ, നമ്മുടെ ഒരു കോച്ച് കൂടെ നമ്മുടെ കൂടെ ഈ 5 ദിവസത്തെ മാരത്തോൺ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും ആവശ്യമായ പലതരത്തിലുള്ള അറിവുകൾ ഇനി ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കും. സ്ട്രോങ് ആയിട്ട് നിൽക്കുക, കൂടെ നിൽക്കുക, പഠിക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോം വലിയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഓക്കെ, സോ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? വാട്ട് ഈസ് ദ പോയിന്റ് ഐ ഹാവ് ഡിസ്കസ്ഡ്? ഹീൽ യുവർ ലൈഫ്. നമ്മുടെ ലൈഫ് എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാം, ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മുടെ ലൈഫ് ഹീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ലൈഫ് ഹീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്ന് പറഞ്ഞു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തത് EFT ടാപ്പിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ EFT ടാപ്പിംഗ് എന്ന് പറയുന്നത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഹജിര മാം നിങ്ങളായിട്ട് സംസാരിക്കും. സോ അവർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്തെടുക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. EFT ടാപ്പിംഗ് പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കണം. പഠിച്ചവർക്ക് അറിയാം ഇത് ഹീൽ ചെയ്യാൻ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, അതിവിടെ നിങ്ങളിൽ അധികം ആൾക്കാരും ഇവിടെ അത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നല്ല രീതിയിലേക്ക് അതെന്താ വെച്ചാൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വലിയ രീതിയിലേക്ക് അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ ഐ നോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം. അടുത്തത് എന്താണ്? നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഹീൽ ചെയ്യേണ്ടത്? നമ്മൾ ഹീൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും, ഓരോ പ്രയാസങ്ങളും, ഓരോ കഷ്ടപ്പാടുകളും, അതുമായി ബന്ധപ്പെട്ടുള്ള ഇമോഷൻസും, അതുമായി ബന്ധപ്പെട്ടുള്ള മുറിവുകൾ, അത് ഹീൽ ചെയ്യുക. ഓക്കെ,
അതേപോലെ തന്നെ ബന്ധങ്ങൾ ഹീൽ ചെയ്യുക. പണവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് റെഡിയാകാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യുക. ഹീലിംഗ് ആണ് എന്ത് ബേസ് ഏതൊരു കാര്യത്തിനും. സെൽഫ് കൺട്രോൾ ലഭിക്കാനും ഹീലിംഗ് ആണ്, ബന്ധങ്ങൾ റെഡിയാവാൻ ഹീലിംഗ് ആണ്, പണം വരാൻ ഹീലിംഗ് ആണ്. ഹീലിംഗിന് അത്രയും പ്രാധാന്യമുണ്ട്. കരിയറിൽ വിജയിക്കാൻ ഹീലിംഗ് ഭയങ്കരമായിട്ട് സഹായിക്കും, സാമ്പത്തികമായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കരിയറിൽ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ എനർജിയിലാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, എനർജി ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ഇമോഷൻ, ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണ്. സോ അതിനെ നമുക്ക് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഈ ഹീലിംഗിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഹീലിംഗിൽ ഇത്രയും വലിയൊരു പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചിലേക്ക് ഇത് എത്തിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ്, സംഗതികളെല്ലാം മറികടന്ന് ഈസി ആയിട്ട് പോകാൻ, അതിന് ഈസി ആയിട്ട് മറികടന്ന് പോകണമെങ്കിൽ നമ്മളുടെ മൈൻഡിന് എന്ത് ചെയ്യണം, സ്ട്രെങ്ത് വേണം. നമ്മളെല്ലാവരും ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറണം. സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറിയാൽ മാത്രമാണ് നമുക്ക് ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ പറ്റുള്ളൂ. മനസ്സിന് സ്ട്രെങ്ത് ഉള്ള, ഭയമില്ലാത്ത, പേടിക്കാത്ത, എന്താണോ വരുന്നത് അതിനെ നേരിടാനുള്ള, പ്രതിസന്ധികളെ മറികടക്കാനുള്ള, തിരിച്ചു വരാനുള്ള സ്ട്രെങ്ത് നമുക്ക് ഡെവലപ്പ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അധികം ആൾക്കാരും പരാജയപ്പെടുന്നതും അധികം ആൾക്കാരും ഭയപ്പെടുന്നതും അധികം ആൾക്കാരും കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ റീസൺ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം ഇല്ലാതായതുകൊണ്ടാണ്, നമുക്ക് വെറുപ്പ് വന്നതുകൊണ്ടാണ്. ആ വെറുപ്പ്, വിദ്വേഷം, നമുക്ക് നമ്മളോട് വെറുപ്പ്, നമുക്ക് നമ്മളോട് നല്ലൊരു ഇമേജ് ഇല്ല, നമുക്ക് നമ്മളെക്കുറിച്ചൊരു നല്ല സംഗതികളില്ല. ഇത്തരത്തിലുള്ള സംഗതികൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീക്കായി പോകും. ഈ വീക്കായി പോയിട്ടുള്ള ഈ ഒരു സംഗതിയിൽ നിന്ന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറുക എന്നല്ല. അപ്പൊ സ്ട്രോങ് ആയി മാറണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറുതെ ഫീൽ ചെയ്യില്ല, പ്രശ്നങ്ങളില്ലാതെ നമ്മളെ വീക്കാക്കുന്ന, തളർത്തുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ഊർജം കിട്ടണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അതിനൊരു ഊർജം ആവശ്യമാണ്. ആ ഊർജം നമുക്ക് ആദ്യം ലഭിക്കുക ഹീലിംഗിലൂടെയാണ്. നിങ്ങളുടെ ആ വേദനകളെ മറികടക്കുന്നതിലൂടെ, ആ പ്രയാസങ്ങൾ അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് തുടച്ചു നീക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം പരക്കും, ഒരു പ്രതീക്ഷയുടെ പ്രകാശം. യെസ്, എനിക്ക് പറ്റുമെന്ന പ്രതീക്ഷ. എത്ര പേർക്ക് ഇതറിയാം? ഇതനുഭവിച്ചവരുണ്ട്. അതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹീലിംഗിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ്? എങ്ങനെയൊക്കെ ഹീൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെഡിറ്റേഷൻ പറഞ്ഞു, ഒന്ന് EFT പറഞ്ഞു, അടുത്തത് എന്താണ്? പ്രയർ, പ്രാർത്ഥന. മനസ്സിരുത്തി നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെ പറ്റുന്ന, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിരുത്തി നിങ്ങൾക്ക് എന്താ വെച്ചാല് മനസ്സിരുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹീലിംഗ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണെന്ത്? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ മുൻപിൽ ചെന്നിട്ട്, ആ ശക്തിയുടെ മുൻപിൽ ചെന്നിട്ട് എല്ലാ ഭാരവും ഇറക്കി വെക്കുന്ന, എല്ലാ മതങ്ങളിലും നമ്മുടെ ഈഗോ, ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ ഈഗോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്താണ്? ഈഗോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഹമ്പിൾ ആവണം. നമ്മളെല്ലാം വിട്ട്, എല്ലാം മറന്ന്, എല്ലാം വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യുക. സബ്മിഷനാണ് ഹീലിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ജസ്റ്റ് കമന്റ് ആവും. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഇഫ് യു റെഡി, നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതെല്ലാം ഏരിയയിൽ ആണ് നിങ്ങൾക്ക് അഹങ്കാരം ഫീൽ ചെയ്തിട്ടുള്ളത്? അവിടെയൊക്കെ പരാജയവും ഫീൽ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് അഹങ്കാരം ഫീൽ ചെയ്തിട്ടുള്ളത്, ആ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പരാജയം ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അഹങ്കരിച്ച സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും. അഹങ്കരിച്ച സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ ഈ ശക്തിയുടെ മുൻപിൽ ചെന്നിട്ട് നമ്മൾ പ്രയർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഡ്രോപ്പ് ആവുന്നത് എന്താണ്? നമ്മുടെ ഈഗോ ആണ്, നമ്മുടെ അഹങ്കാരമാണ്, ഞാനെന്ന അഹങ്കാരം. അത് ഹീലാവുന്നതോടുകൂടി, ആ ഒരു സംഗതി ഡ്രോപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട്, അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും എന്ത് പറയുന്നത്, ഒന്നുകിൽ സുജൂദിൽ വീഴുന്നതിനെ പറ്റി പറയുന്നത്, ശയന പ്രദക്ഷിണം ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഈഗോ വിട്ടിട്ട് ഒരാളിലേക്ക്, ഒരു ശക്തിയിലേക്ക് എല്ലാം വരമേൽപ്പിക്കുന്ന, സമർപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഹീലിംഗ് ഏറ്റവും പവർഫുൾ ആകുന്നത് ഈ അവസ്ഥയിലാണ്. അവിടെയാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ആരംഭിക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പരാജയം അക്സെപ്റ്റ് ചെയ്യാണ്, ലൈഫ് അക്സെപ്റ്റ് ചെയ്യാണ്. യെസ്, എനിക്ക് സംഭവിച്ചു കഴിഞ്ഞു, ഇനി യുദ്ധമില്ല, ഇനി ഫൈറ്റിംഗ് ഇല്ല, ഇനി കംപ്ലൈൻറ്റ്സ് ഇല്ല, ഇനി പരാതി ഇല്ല, എനിക്ക് ഹെൽപ്പ് വേണം എന്ന് മനസ്സറിഞ്ഞ് സമ്മതിച്ച് ആ ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സ്റ്റേജാണ്. ക്ലിയർ ആണോ? ആ ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? അവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. റിസൾട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് ചേഞ്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, മാറാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് നടക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാം? പറയട്ടെ, ഹീലിംഗ് നടക്കാനുള്ള ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മാർഗം, ഹീലിംഗ് നടക്കാനുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും പഠിച്ചതാണ്, അല്ലെങ്കിൽ പല മതങ്ങളിലും പറയുന്നതാണ്. ഞാൻ തെറ്റുകാരനാണ് എന്ന് ഏറ്റെടുക്കുക. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. അത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതെന്താണ്? ഞാനാണ്, എൻ്റെ ചിന്തകളാണ്, ഞാൻ ചിന്തിച്ച രീതിയാണ് പ്രശ്നം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. എൻ്റെ ഇമോഷൻസ് ആണ് പ്രശ്നം, ഞാൻ കാര്യങ്ങളെ കണ്ട രീതിയാണ് പ്രശ്നം, എൻ്റെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ആ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ ആൻഡ് താങ്ക് യു, ഐ ലവ് യു. ഇതേ സംഗതി തന്നെയാണ് മറ്റു മതങ്ങളിൽ പറയുന്നുണ്ട്. അല്ലെ, ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ പറയുന്ന, ചൊല്ലാൻ പറയുന്ന ഒരു സാധനമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ തെറ്റിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അതിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ ശക്തി നമ്മൾ വിളി കേൾക്കുന്ന ഒരു, നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു ചേഞ്ചിന്റെ സ്പാർക്ക് ഇട്ട് തരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. മനസ്സിലാണ്? അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ. അത് കണ്ടിന്യൂസ്ലി ആവർത്തിച്ച് നോക്കുക. ഉള്ളിൽ നിന്ന് ഇത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് പൊട്ടി 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 കരച്ചിൽ വരാം. ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ വഴിയില്ല, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ബെഗ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തും. അവിടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഹീലിംഗ് എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എതിർക്കുമ്പോഴല്ല, പ്രതിഷേധം ഉണ്ടാകുമ്പോഴല്ല, ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴല്ല, ദേഷ്യം പിടിക്കുമ്പോഴല്ല, എല്ലാം സമ്മതിച്ച് കീഴടങ്ങുന്ന സമയത്താണ്. That's when the true healing happens. That's when true healing begins. തെറ്റുകളെ ഏറ്റു പറഞ്ഞ്
സമർപ്പിച്ച് അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിജയിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആണ്? സോ ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് എനിക്കറിയാം. അതിനോ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ, സംഗതികൾ എന്താ വെച്ചാൽ ഇത് ഈ ഒരു ഏറ്റുപറച്ചിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരും. അപ്പം ആ ചേഞ്ച് എന്താണ് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിന് സമർപ്പിക്കണം. നിങ്ങളുടെ ലൈഫ് ഹീൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു പോയിന്റിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യും. യെസ് ഓർ നോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. യെസ് ഓർ നോ? യെസ്. ആൻഡ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി തുടങ്ങിയോ? എനിക്ക് എൻ്റെ പ്രശ്നം ഞാനാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഉള്ളിൽ നടക്കുന്ന അത് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടില്ല, ഞാൻ ഹമ്പിൾ ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ഈ ടൂൾ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരത്തിലാണ്. എൻ്റെ അടുത്ത് EFT ഉണ്ടല്ലോ എന്ന അഹങ്കാരം, എൻ്റെ അടുത്ത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളെ ഹീൽ ചെയ്യാൻ സഹായിക്കുക. നിങ്ങളെ ഹീൽ ചെയ്യാൻ സഹായിക്കുക ഞാനൊന്നുമെന്നില്ല, ഐ നീഡ് ഹെൽപ്പ്. നിങ്ങളുടെ ഈഗോ ഡ്രോപ്പ് ചെയ്യുന്ന അവിടെയാണ്. ഞാനെന്ന് പറയുന്ന ആ വ്യക്തി അതിൻ്റെ സംഗതികൾ ഡ്രോപ്പ് ചെയ്യുന്നിടത്താണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ആർ യു റെഡി? സോ ഹീലിംഗ് യുവർ ലൈഫ് ഈസ് ലൈക്ക് വാട്ട്? റിമൂവിങ് ഇമോഷണൽ വൂണ്ട്സ് ദാറ്റ് സൈലന്റ്ലി കൺട്രോൾ യുവർ തോട്ട്സ്, ഡിസിഷൻസ് ആൻഡ് ബിഹേവിയർ. എന്താണ് ഹീലിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും ഒക്കെ സൈലന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന മുറിവുകളെ ഉണക്കുന്ന പരിപാടിയാണ് എന്ത് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ മുറിവുകളെ ഉണക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഹീലിംഗ് യുവർ ലൈഫ് മീൻസ് റിമൂവിങ് ദ ഇമോഷണൽ വൂണ്ട്സ് ദാറ്റ് സൈലന്റ്ലി കൺട്രോൾ യുവർ തോട്ട്സ്, ഡിസിഷൻസ് ആൻഡ് ബിഹേവിയർ. മനസ്സിലായോ? നിങ്ങളുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും ചിന്തകളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഇമോഷണൽ മുറിവുകളെ എടുത്ത് കളയുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബിക്കമിങ് പോസിറ്റീവ്, ഇറ്റ് ഈസ് അബൌട്ട് ബിക്കമിങ് ഫ്രീ. എന്താണ് ഹീലിംഗ്? പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളിൽ അധികം ആൾക്കാരും പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു. ഹീലിംഗ് എന്തല്ല? പോസിറ്റീവ് തിങ്കിങ് അല്ല. ഹീലിംഗ് എന്താണ്? മോചിതനാവുന്നതാണ്, മോചിതയാവുന്നതാണ്, സ്വാതന്ത്ര്യം നേടലാണ് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്. അതാണ് ഹീലിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഹീലിംഗ് എന്താണ്? മോചനം നേടലാണ്. സോ ട്രോമ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും? സെയിം പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. നല്ലത് ഏതെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മുൻപിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് എപ്പോഴും ഉണ്ടാവുക: ദേഷ്യപ്പെടുക, വഴക്ക് കൂടുക, ഷൗട്ട് ചെയ്യുക. നമ്മുടെ ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചൂസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയുക, അതിനോട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകും, സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യും. മറിച്ച് എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയല്ല പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട്, പക്വതയോട് കൂടിയിട്ട്, നല്ല രീതിയിൽ ഓക്കെ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് സംഭവിക്കുന്നത് ഇതാണ് എന്നുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. ഹീലിംഗ് ചെയ്ത ആൾക്ക് ഈ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടാകും. അയാളുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ വരില്ല. അയാളുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ വന്നിട്ട് അയാൾ സ്ട്രെസ്ഡ് ആവില്ല. അങ്ങനെ സ്ട്രെസ്ഡ് ആയിക്കൊണ്ട് അയാൾ പെട്ടെന്ന് ചാടിക്കയറി തീരുമാനമെടുക്കില്ല. ക്ലിയർ ആണോ പറയുന്നത്? ഹീലായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അയാളുടെ മൈൻഡിൽ ശാന്തമാണ്, ചിന്തകൾ കുറവാണ്. അയാൾക്ക് ഒരു ചിന്ത വന്നു കഴിഞ്ഞിട്ട് അതിനിടയിൽ വേറെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആലോചിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, തെരഞ്ഞെടുപ്പിനുള്ള സമയം കിട്ടുന്നുണ്ട്,
എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള സമയമുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഹീൽ ചെയ്യപ്പെടാത്ത ഒരാൾക്ക് അയാളുടെ മനസ്സിനുള്ളിലേക്ക് ആയിരക്കണക്കിന് ചിന്തകൾ വരികയാണ്, ഓവർ തിങ്കിങ് ആണ്, അയാൾ പാനിക് ആവുകയാണ്, അയാൾ സ്ട്രെസ്ഡ് ആവുകയാണ്, അയാളുടെ ബോഡി ഒരു ത്രട്ടൻ ഫീൽ ചെയ്യുകയാണ്. അയാളുടെ ബോഡിയിൽ എന്താ വെച്ചാൽ അയാളുടെ നെർവസ് സിസ്റ്റം എന്താണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന മോഡിലേക്ക് പോവുകയാണ്. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക, ഈ ഒരു അപകടാവസ്ഥയെ, ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഫൈറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തേ പറ്റൂ എന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. എടുക്കുന്ന തീരുമാനം ഇമോഷണൽ ഡ്രിവൺ ആണ്. അയാൾ ചാടിക്കേറി എടുക്കുന്നു തീരുമാനം എടുക്കുമ്പോൾ അത് പാളിപ്പോകുന്നു, അയാളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു തോട്ട്സിന്റെ എണ്ണം കുറഞ്ഞ് കാമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, തീരുമാനങ്ങൾ എന്തായി മാറും, ചോയ്സസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ റിയാക്ഷൻ അല്ല, പെട്ടെന്ന് ചാടിക്കേറി തീരുമാനം എടുക്കുകയല്ല, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കല്ല, പാനിക് ആവുകയല്ല, സ്ട്രെസ്ഡ് ആവുകയല്ല, ഷൗട്ട് ചെയ്യില്ല, കൺട്രോൾ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വളരെ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് യു സാബിറ്റാജ് റിലേഷൻഷിപ്പ്. ഇതിലെന്താ സംഭവിക്കുക, ട്രോമ ഉണ്ട്, അത് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, റിലേഷൻഷിപ്പ് വീക്കാകും, തകരും, ആരോഗ്യം നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, എല്ലാം നശിക്കും. സമാധാനം ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഈ മേഖലയിൽ സമാധാനത്തിന്റെ പ്രശ്നമുണ്ടോ, ആത്മീയതയിൽ എത്താൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ പണത്തിന്റെ പ്രശ്നമുണ്ടോ, ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ടോ, തൊഴിൽ മേഖലയിൽ പ്രശ്നമുണ്ടോ, ബിസിനസ്സിൽ പ്രശ്നമുണ്ടോ, ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടോ, എങ്കിൽ അതിന്റെ റീസൺ എന്താണ്? യു ഹാവ് ട്രോമ വിച്ച് ഇസ് അൺഹീൽഡ്. ആൻഡ് ഇറ്റ് വിൽ കീപ്പ് ഓൺ ഹാപ്പനിങ്. ഇറ്റ് വിൽ കീപ്പ് ഓൺ ഹാപ്പനിങ് ഇൻ എ വേ ലൈക്ക് ദാറ്റ്. ഏത് രീതിയിൽ ഹാപ്പൻ ചെയ്യും? നമ്മുടെ ലൈഫിൽ അത് വലിയ രീതിയിൽ കണ്ടിന്യൂസ്ലി സംഭവിച്ചുകൊണ്ടിരിക്കും. സോ ഹീലിംഗ് ഈസ് വെൻ, എപ്പോഴാണ് ഹീലിംഗ് നടക്കുക? യുവർ നെർവസ് സിസ്റ്റം ഫീൽ സേഫ്. നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബോഡി, നമ്മുടെ നാഡീവ്യൂഹം സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക. നമ്മുടെ തലച്ചോറിൽ ചിന്തകൾ കുറയുക. യുവർ പാസ്റ്റ് സ്റ്റോപ്സ് ഹൈജാക്കിങ് യുവർ പ്രസന്റ്. പാസ്റ്റിൽ ആ സ്വഭാവങ്ങൾ ഇപ്പോൾ പ്രസന്റിൽ വീണ്ടും പുറത്തേക്ക് വരിക. റിയാക്ഷൻ സ്വഭാവം, ദേഷ്യം പിടിക്കുന്ന ആ കുഞ്ഞു കുട്ടിയുടെ സ്വഭാവമുണ്ട്, 4 വയസ്സിലെ നട്ടപ്പിരാന്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ആ കുട്ടിയുടെ ആ ദേഷ്യവും പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ അവസാനിക്കുക, എല്ലാം കാമായിട്ട് നേരിടുന്നൊരവസ്ഥ. സോ അപ്പോൾ എന്താ വെച്ചാൽ പാസ്റ്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല, പ്രസന്റിൽ പുതിയ തീരുമാനങ്ങളായി, പുതിയ ചോയ്സ് ആയി. സോ യു റെസ്പോണ്ട് കോൺഷ്യസ്ലി ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് ഇമോഷണലി. എന്ത് ചെയ്യുന്നു? ഇമോഷണലി റിയാക്ട് ചെയ്യുന്നതിന് പകരം കോൺഷ്യസ്ലി, ബോധത്തോടുകൂടി, അവയർനെസ്സോട് കൂടിയിട്ട് ഞാൻ എങ്ങനെയാണോ പെരുമാറേണ്ടത്, റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആ റെസ്പോണ്ട് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. റിയാക്ട് അല്ല ചെയ്യുന്നത്, റെസ്പോണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, സംഭവിക്കും. സോ ഇതാണ് ഹീലിംഗ് നടന്നിട്ടുള്ള സമയത്ത്. ഇത് നമുക്കിത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ഹീലിംഗ് നടന്നില്ല. സോ വാട്ട് ഹീലിംഗ് ഈസ് നോട്ട്, എന്ത് ഹീലിംഗ് അല്ല. നമ്മളിൽ അധികം ആൾക്കാരും ഹീലിംഗ് ആണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗിനെ കുറിച്ച് കുറേ കൺഫ്യൂഷൻ ഉണ്ട്, കുറേ മിത്ത് ഉണ്ട്, കുറേ തെറ്റിദ്ധാരണയുണ്ട്. അതിലൊരു സംഗതിയാണെന്ന് വെച്ചാൽ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് മറക്കലാണ്. അതൊരിക്കലുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഹീലിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് മറന്നു പോകലല്ല. ഹീലിംഗ് എന്ന് പറയുന്നത് ഫോർഗിവിങ് ബിഫോർ യു ആർ റെഡി. അതായത് നിങ്ങൾ റെഡി ആകുന്നതിന് മുൻപ് ഫോർഗീവ് ചെയ്യുന്നതല്ല ഹീലിംഗ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ റെഡി ആകാതെ ഫോർഗീവ് ചെയ്യും. അങ്ങനെ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീലിംഗ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ ഫോർഗീവ്നെസ് വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ചിലർക്ക് അത് ഫോർഗീവ്നെസ് നടക്കില്ല. എന്താ കാരണം? നമ്മൾ അതിന് റെഡി ആവണം. മനസ്സിനെ അക്സെപ്റ്റ് ചെയ്ത് റെഡിയായി അതിൽ ചിലപ്പോൾ ട്രോമ റിലീസ് ചെയ്യാനുണ്ടാവും, ഇമോഷണൽ ചാർജ് റിലീസ് ചെയ്യാനുണ്ടാകും, ചിലപ്പോൾ കരയേണ്ടി വരും, വിഷമം വരാനുണ്ടാകും. അതൊന്നുമില്ലാതെ, റെഡി അല്ലാതെ, ശരീരം റെഡി അല്ലാതെ, അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാൻ റെഡി ആവാതെ ഫോർഗീവ് ചെയ്യുന്നതിന് ഹീലിംഗ് എന്ന് വിളിക്കില്ല. മുകളിലൂടെ ഞാൻ ഫോർഗീവ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഹീലിംഗ് ആവില്ല. ഞാനത് വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത് ഹീലിംഗ് അല്ല.
ഞാൻ അതിനോട് അവരോടൊക്കെ എനിക്ക് ദേഷ്യമില്ല എന്ന് പറയുന്നതല്ല, അതിൻ്റെ ഇമോഷൻസ് ഫീൽ ചെയ്തിട്ട് അത് ലിറ്ററലി അതിൻ്റെ ഇമോഷണൽ ചാർജ് റിലീസ് ചെയ്ത് അതിലൂടെ പുറത്തേക്ക് പോകണം. ഇപ്പം റിലീസിങ് ട്രോമ എന്ന് പറയും. ഇമോഷണൽ ചാർജ് ഉണ്ടാകും അതിന്. ചിലപ്പം കരച്ചിലായിരിക്കാം, ദേഷ്യമായിരിക്കാം, വിഷമമായിരിക്കാം, പേടിയായിരിക്കാം, അതിലൂടെ ചിലപ്പോൾ കടന്നു പോകും. നെക്സ്റ്റ് എന്താണ്? ആക്ടിങ് സ്പിരിച്വൽ വൈൽ സ്റ്റിൽ ട്രിഗേർഡ്. എന്ത് ഹീലിംഗ് അല്ല? സ്പിരിച്വൽ ആണെന്ന് ആക്ട് ചെയ്യുക, അഭിനയിക്കുക. വൈൽ സ്റ്റിൽ ട്രിഗേർഡ്. ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ട്രിഗർ ആവും. ഓക്കെ, പക്ഷെ ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞു നടക്കുക. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. EFT പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഹീലിംഗ് പൂർത്തിയായിട്ടില്ല. ഹീലിംഗ് പഠിച്ചത് കൊണ്ട് നിങ്ങൾ സ്പിരിച്വൽ ആവില്ല. EFT പഠിച്ചത് കൊണ്ട് നിങ്ങൾ ഹീലിംഗ് ചെയ്യപ്പെടില്ല. ഡോണ്ട് ലുക്ക് ഹീൽഡ്, യു ഹാവ് ടു ബി ഹീൽഡ്. രണ്ടാണ്. ഡോണ്ട് ട്രൈ ടു ലുക്ക് ഹീൽഡ്, അല്ലെങ്കിൽ ഡോണ്ട് ട്രൈ ടു ലുക്ക് സ്പിരിച്വൽ. കുറേ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഞാൻ സ്പിരിച്വൽ ആണ് എന്ന് പറയും. സ്പിരിച്വൽ പ്രാക്ടീസസ് ഒന്നും ചെയ്യില്ല, മെഡിറ്റേഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇന്നർ വർക്കുകൾ കറക്റ്റായിട്ട് ചെയ്യില്ല. ആ ഹീലിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. മറ്റുള്ളവരെ ഉപദേശിച്ച് നടക്കുന്നുണ്ടാകും. എന്നാലോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ട്രിഗേർഡ് ആകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട് എങ്കിൽ അവിടെ അത് ഹീലിംഗ് അല്ല. ദാറ്റ് ഈസ് ആക്ടിങ്. സോ ആക്ടിങ് സ്പിരിച്വൽ ആണ്. ഞാൻ അതാണ് പത്രത്തിലുള്ള വിഷയങ്ങൾ സംസാരിച്ച് നടക്കുക. കാരണം സംസാരിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്, സ്വന്തത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അത് ഹീലിംഗ് അല്ല. ഈ വിഷയങ്ങൾ കേട്ടു എന്ന് വിചാരിച്ച്, ഈ വിഷയങ്ങൾ ക്ലാസ്സിൽ ഇരുന്നു എന്ന് വിചാരിച്ച്, ഇത് പഠിച്ചു എന്നിട്ട് മറ്റുള്ളവരോട് സംസാരിച്ചു എന്ന് വിചാരിച്ച്, അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് വിചാരിച്ച് അത് ഹീലിംഗ് അല്ല. നിങ്ങൾ ട്രിഗേർഡ് ആവുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ദേഷ്യം പിടിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇമോഷൻസ് ട്രിഗറിങ് വരുന്നുണ്ട്, ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ഓവർ പെയിൻ. വേദനകളെ ഫീൽ ചെയ്യാതെ അതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് ഹീലിംഗ് അല്ല. സഹിക്കുന്നത് ഹീലിംഗ് അല്ല. സഹനം ഹീലിംഗ് അല്ല. സഹിച്ച് ക്ഷമിച്ചു കഴിയുക അത് ഹീലിംഗ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളിൽ വേദനകളെല്ലാം ഒതുക്കി വെച്ചിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്, അത് ഹീലിംഗ് അല്ല. ഹീലിംഗ് എന്ന് പറയുന്നത് ആ വേദനയിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടിയിട്ടുള്ള അവസ്ഥയാണ്. എന്താണ്? ആ വേദനയിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം തേടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? എത്താൻ പറ്റണം. ആൻഡ് വിച്ച് ഇസ് നോട്ട് ദാറ്റ് ഈസി. അതത്ര ഈസി ഒന്നുമല്ല. അതേപോലെ അവോയ്ഡിങ് ഇമോഷൻസ്. വികാരങ്ങളെ അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, ഉള്ളിൽ ഒതുക്കുക, അതിനെ മാറ്റിവെക്കുക, അതിനെ സഹിക്കുക, അത് സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. സാരമുള്ള പ്രശ്നമുള്ള കാര്യത്തെ ഉള്ളിൽ പ്രശ്നമാണെന്ന് ഫീൽ ചെയ്തിട്ടും പിന്നെയും അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ അവോയ്ഡിങ് എന്ന് പറയുന്നത്. അവോയ്ഡ് ചെയ്ത് അതിനെ ഫീൽ ചെയ്യണം. വാട്ട് ഈസ് ഹീലിംഗ്? യു ഹാവ് ടു ഹീൽ, യു ഹാവ് ടു ഫീൽ ടു ഹീൽ എന്നാ പറയാം. ഫീൽ ടു ഹീൽ. ഹീലിങ്ങിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഫീൽ ചെയ്യണം. യു ഹാവ് ടു ഫീൽ ദ ഇമോഷൻസ്. അതവിടെ ഉണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം. അത് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ക്ലിയർ ആണോ? ആ പെയിൻ ഉള്ളതിനെ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ കാലാകാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല, അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല, അതിനുള്ളിൽ ഒതുക്കാൻ പറ്റില്ല, സഹിച്ചു നിൽക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്, പ്ലീസ് ബിയർ ഇൻ വീഡിയോ. നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ വരും, ഞാൻ മാത്രമേ വീഡിയോയിലുള്ളൂ. പ്ലീസ് ബിയർ ഇൻ. നിങ്ങൾ കിടന്നുകൊണ്ട് ക്ലാസ് കേൾക്കുന്നത് ശരിയല്ല കേട്ടോ. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. കുറച്ച് ആൾക്കാർ കിടന്ന് കേൾക്കുന്നുണ്ട്, ഐ നോ. ഇറ്റ്സ് നോട്ട് റൈറ്റ്. നെക്സ്റ്റ്, ഹീലിംഗ് ഈസ് എന്താണ് ഹീലിംഗ്? ഫീലിംഗ് ഇമോഷൻസ് വിത്തൗട്ട് ഡ്രൗണിങ്. അതായത് എന്താണ് ഹീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വികാരത്തിൽ മുങ്ങിപ്പോകാതെ ഇമോഷൻസിനെ ഫീൽ ചെയ്യലാണ്. ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ട്. കൺട്രോൾ വിട്ടിട്ട് ദേഷ്യപ്പെടാതിരിക്കുക. ഓക്കെ, അതാണ് ഹീലിംഗ്. അപ്പൊ ദേഷ്യപ്പെടാമെന്നാണ് പറയുന്നത്? അല്ല, ദേഷ്യം ഫീൽ ചെയ്യാം, പ്രകടിപ്പിക്കാതിരിക്കുക.
അപ്പോൾ ദേഷ്യം ഫീൽ ചെയ്യുക, ആ ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻ വരും, അപ്പോൾ അതിനെ അക്നോളജ് ചെയ്യുക, അതിനെ എതിർക്കാതിരിക്കുക, അതിനെ കൺട്രോൾ ചെയ്ത് ഒതുക്കാതിരിക്കുക, സഹിച്ചിങ്ങനെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി നിൽക്കാതിരിക്കുക. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളത് അക്നോളജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിനാണ് EFT കുറിച്ച് ഹാജര നാളെ ക്ലാസ് എടുക്കും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. സോ റിലീസിങ് സ്റ്റോർഡ് ഇമോഷണൽ ചാർജ്. എന്താണ് ഹീലിംഗ്? ഉള്ളിൽ കിടക്കുന്ന ഇമോഷണൽ ചാർജ് ഉണ്ടാവും. ഓരോ ട്രോമ സംഭവിക്കുമ്പോഴും, ഓരോ വിഷമമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് നമ്മുടെ ഉള്ളിലേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലൈക്ക് ഒരാളായിട്ട് വഴക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഭയങ്കര ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ഭയങ്കര ചാർജ് പാസ് ചെയ്യും, എനർജിയുടെ. സോ കയ്യെല്ലാം മുറുകെ പിടിച്ച് ഇങ്ങനെ പലെല്ലാം ഇറുക്കി കടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിയിൽ കിടക്കും. ദാറ്റ് ഇമോഷണൽ ചാർജ് അത് റിലീസ് ചെയ്യണം. പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതേ അനുഭവം വരുമ്പോൾ, അതേ ഒരു നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കും. അല്ലെ, നിങ്ങൾക്ക് ദേഷ്യമുള്ള ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ നിങ്ങൾ? Yes or no? So that is not healing. So what is healing? ഹീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ്, ഈ ഇമോഷണൽ ചാർജിന് റിലീസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അത് റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് ഫീൽ ചെയ്യില്ല. അപ്പൊ EFTയിൽ ഒരു മെത്തേഡ് ഉണ്ട്. എന്ത്? വളരെ സിമ്പിളായിട്ട് അത് ഹീൽ ചെയ്യാം, അത് റിലീസ് ചെയ്യാൻ പറ്റും. പെയിൻ ഇല്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ സിമ്പിളായിട്ട് ഹീൽ ചെയ്ത് എന്ന് വിചാരിച്ചാൽ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നല്ല പറയുന്നത്. ഒരു വിധം 80% ഇമോഷൻസും കുറേയൊക്കെ പെയിൻ ഇല്ലാതെ റിലീസ് ചെയ്ത് കളയാൻ പറ്റും. ജസ്റ്റ് ടാപ്പിങ്ങിലൂടെ തന്നെ, സമാധാനത്തിന്റെ വഴിയിലൂടെ ജെന്റിലായിക്കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ചില ഇമോഷൻസ്, ചില ഇതിൽ ഇമോഷൻസും ഫീലിങ്ങും പെയിനൊക്കെ വരും, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. സോ നെക്സ്റ്റ് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് പെയിൻഫുൾ എക്സ്പീരിയൻസസ്. പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യാൻ അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ ഉൾക്കൊള്ളുക, അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ളിലൂടെ കടന്നു പോയിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരവസ്ഥ, എന്നിട്ട് നമ്മളിലെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുക. എന്താണ് ഹീലിംഗ്? ഹീലിംഗ് ഈസ് ക്രിയേറ്റിംഗ് ഇന്റേണൽ സേഫ്റ്റി. നമ്മളുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ലോകത്ത്, മാനസിക ലോകത്ത് സേഫ്റ്റി ഫീൽ ചെയ്യുക. നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ സേഫ് ആണെന്ന് നമുക്ക് തോന്നുക. അങ്ങനെ സേഫ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ കാമാണ്, ശാന്തതയാണ്, സമാധാനമാണ്, സന്തോഷമാണ്, നിർവൃതിയാണ്, സ്നേഹമാണ്. ഇതെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മറ്റുള്ള ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ അതെല്ലാം അനുഭവിക്കാൻ പറ്റും. ആ അവസ്ഥയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ? നിങ്ങളെ വിലയിരുത്തുന്നുണ്ടോ? നിങ്ങളെ വല്ലാണ്ട് മോശം രീതിയിലൂടെയാണോ കാണുന്നത്? നിങ്ങൾക്ക് നിങ്ങളോടുള്ള സെൽഫ് ഇമേജ് പോരാ എന്നുള്ളതാണോ? ഇനിയും ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ള തിങ്കിങ് ആണോ? ഇനി ഇപ്പോഴും എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് വിഷമുണ്ട്, അങ്ങനെയുള്ള തിങ്കിങ് ആണ്? ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഹീലിംഗ് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. സോ ഹീലിംഗ് എന്താണ്? വൈ മോസ്റ്റ് പീപ്പിൾ സ്റ്റേ അൺഹീൽ? എന്തുകൊണ്ട് അധികം ആൾക്കാർ ഹീലിംഗ് നടക്കാത്തത്? അധികം ആൾക്കാരും ഹീലിംഗിലോട് വരാത്തോ ഹീലിംഗ് നടക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അധികം ആൾക്കാരും അവോയ്ഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദേ നോർമലൈസ് പെയിൻ. അവരെന്ത് ചെയ്യും? വേദന എന്ന് പറയുന്നത്, ദുഃഖിക്കുന്ന ഒരവസ്ഥ, വിഷമത്തിലൂടെ കടന്നു പോകുന്നത് നോർമലാണ്, ലൈഫ് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കും. വേദനകളെ നോർമലൈസ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ, അതിങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇതൊക്കെ നിറഞ്ഞതാണ് ലൈഫ് എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ വേദന, അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇപ്പൊ എന്ത്, അതൊക്കെ ചെറിയ പ്രശ്നങ്ങളല്ലേ. ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെറിയ പ്രശ്നമല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളിലുള്ള വേദനകളെ വിലയിരുത്താതെ, ഉള്ളിലുള്ള വേദനകളെ നമ്മൾ ടച്ച് ചെയ്യാതെ, തിരിച്ചറിയാൻ ശ്രമിക്കാതെ
മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ടോക്സിക് ആയിട്ടുള്ള അവസ്ഥകളെയും സംഗതികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലൈസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? വി നോർമലൈസ്. ദേ കൺഫ്യൂസ് കോപ്പിംഗ് വിത്ത് ഹീലിംഗ്. നമുക്കൊരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടാവും, അതിന് ഹീലിംഗ് ആയിട്ട് എന്ത് ചെയ്യും? കൺഫ്യൂസ് ആവും. എന്താണ് കോപ്പിംഗ് മെക്കാനിസം? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഓക്കെ, ഒരു 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 എക്സാമ്പിൾ പറയാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായി. അപ്പൊ നിങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, നിന്റെ സംസാരം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് നീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഫാമിലി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കോപ്പിംഗ് മെക്കാനിസം ചിലപ്പോൾ ഡെവലപ്പ് ആകും. എന്ത്? ഞാൻ സംസാരിക്കുന്നതാണല്ലോ പ്രശ്നം, ഞാൻ സംസാരം നിർത്താം, ഞാൻ സംസാരം ഇനി കുറയ്ക്കാം. ട്രോമ ഹീല് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. അതല്ലെങ്കിൽ എന്തായിരിക്കാം? അവോയ്ഡ് ചെയ്യുക, സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം, കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് ഡെവലപ്പ് ആയി വരും. അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വേറൊരു സംഗതിയാണ് നമ്മൾ ഈ വേദനകളിൽ നിന്ന് ഒളിച്ചോടുക. എന്നിട്ട് എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അത് ഹീലിംഗ് അല്ല. ഹീല് ചെയ്യേണ്ടത് ഹീല് തന്നെ ചെയ്യണം. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതാണ് കോപ്പിംഗ് മെക്കാനിസം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ചെയ്യരുത് എന്നുള്ളത് തിരിച്ചറിയണം. കൺഫ്യൂസ് കോപ്പിംഗ് വിത്ത് ഹീലിംഗ്. ഹീലിംഗും കോപ്പിംഗ് മെക്കാനിസം രണ്ടാണ്. കോപ്പിംഗ് മെക്കാനിസം ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന സംഗതിയാണ്, ഹീലിംഗ് ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ മാലിന്യമുണ്ട്, ഈ മാലിന്യത്തെ ഒരു കട്ടിലിനടിയിലേക്ക്, ഒരു കോർണറിലേക്ക് ഒളിപ്പിച്ച് മാറ്റി വെക്കലാണ് കോപ്പിംഗ് മെക്കാനിസം. ഹീലിംഗ് എന്ന് പറയുന്നത് അതിനെ, ആ ഒരു വൃത്തികേടിനെ, മാലിന്യത്തെ തുടച്ച് വൃത്തിയാക്കി അടിച്ചുവാരി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്ന അവസ്ഥയാണ് ഹീലിംഗ്. മനസ്സിലായോ? അപ്പോ എപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ചാല് കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പാണ്. അതേപോലെ ദേ സ്റ്റേ ബിസി ടു അവോയ്ഡ് ഫീലിംഗ്. മനസ്സിലാകുന്നുണ്ടോ? വേദനകൾ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തിരക്കുകൾ ഉണ്ടാക്കും, അവർ കുറേ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എനിക്കിപ്പോൾ ഓർക്കാൻ സമയമില്ല. അത് ഹീലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അതെന്താ പറയുക, അത് അങ്ങനെ ചെയ്തുകൊണ്ട് ഹീലിംഗിലേക്ക് വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്യുക? ഉള്ളിൽ വേദന കൊണ്ട് നടക്കും, ഹീല് ചെയ്യില്ല, പ്രാർത്ഥിക്കില്ല, മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഹീലിങ്ങിന് വേണ്ട വഴികൾ തേടില്ല. മറിച്ച് എന്താ ചെയ്യുക? അതവിടെ ഉണ്ട്. വേറെ ജോലികൾ ചെയ്തിട്ട് തിരക്കായി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. ഒരു നാൾ ഇവരെന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ആകും, ഇവർക്ക് ബേൺ ഔട്ട് സംഭവിക്കും. അപ്പൊ ഹീലിംഗ് എന്താണ് ആക്ച്വലി? അതിൽ നിന്നൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. ദേ റിപ്പീറ്റ് സർവൈവൽ പാറ്റേൺസ് ലേൺഡ് ഇൻ ചൈൽഡ്ഹുഡ്. സർവൈവൽ പാറ്റേൺസ് എന്ത് ചെയ്യും? ഫ്ലൈറ്റ് മോഡോ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചിലർ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും, അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഉള്ളിലൊതുക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും, പെർഫെക്ഷനിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഓവറായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഹീലിംഗ് ചെയ്യില്ല, റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ റൂം വല്ലാണ്ട് വൃത്തിയാക്കാറുണ്ടോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് സമാധാനം കിട്ടാറുണ്ടോ? മറ്റുള്ളത് വൃത്തിയാക്കുമ്പോൾ, റൂം വൃത്തിയാക്കുമ്പോൾ ഒരു സമാധാനം. വസ്ത്രങ്ങളൊക്കെ എന്താ പറയുക, അഴുക്കായി കിടക്കുന്ന വസ്ത്രങ്ങൾ, അഴിച്ചിട്ട വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി ഉണക്കി അത് അടുക്കി വെക്കുമ്പോൾ ഒരു സുഖം കിട്ടാറുണ്ടോ? കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സുഖം കിട്ടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരുപാട് ഹീല് ചെയ്യാനുണ്ട്. ആ ഹീല് ചെയ്യാനുള്ളതിന്റെ അടയാളമാണ് അത്. നിങ്ങൾ ആ സന്തോഷം ഇതിലൂടെ കണ്ടെത്തുകയാണ്. അപ്പൊ അടുക്കി വെക്കണ്ടേ, വൃത്തിയാക്കണ്ടേ? തീർച്ചയായിട്ടും അത് വൃത്തിയാക്കണം. പക്ഷെ അതിന് പ്രത്യേക സന്തോഷം കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് ഡൗൺ ആകുമ്പോൾ പോയിട്ട്
അല്ലാണ്ട് ഇങ്ങനെ എണീറ്റിട്ട് വൃത്തിയാക്കുന്ന ഒരു സ്വഭാവമാണ് എങ്കിൽ, സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനപ്പുറത്തേക്ക് വല്ലാണ്ട് എല്ലാം വഷളായിട്ട് പെട്ടെന്ന് വന്നിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് അതിലൊരു ആശ്വാസം കണ്ടെത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ തിരിച്ചറിയണം, അത് ആ വസ്ത്രം വൃത്തിയാക്കാനുള്ള നിങ്ങളുടെ താല്പര്യമോ സംഗതികളോ അല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് വൃത്തിയാക്കാനുള്ള, നിങ്ങൾക്ക് നന്മ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൽ എത്രയോ വേദനകളുണ്ട്, ആ വേദനകളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്ത് വൃത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. നമ്മളെന്തോ നല്ലത് ചെയ്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, നല്ല സന്തോഷം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുന്ന അവസ്ഥ. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാല് ഹീൽ ചെയ്യാൻ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാല് നമ്മൾ ചില സംഗതികൾ നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും, പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യും, സർവൈവൽ പാറ്റേൺസ് ആയിട്ട്. ദേ ഫിയർ വാട്ട് ദേ വിൽ ഫൈൻഡ് ഇൻസൈഡ്. ചില ആൾക്കാർ ഹീലിംഗ് ചെയ്യില്ല. എന്താ കാരണം? അവർക്ക് പേടിയാണ്. ഞാനെങ്ങാനും, എത്രയോ ആൾക്കാരുണ്ട് വൻ ട്രോമയിലൂടെ കടന്നു പോയവരുണ്ട്. അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ വയലന്റ് ആകും, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഞാൻ വയലന്റ് ആകും, അത്രയും പെയിൻഫുൾ ആണ് എന്ന് ചിന്തിച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഹീലിംഗ് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങിത്തിരിക്കണം. സോ അൺഹീൽഡ് പെയിൻ ഡസന്റ് ഡിസപ്പിയർ. ഒരിക്കലും ഹീൽ ചെയ്യപ്പെടാത്ത വേദന ഉള്ളിൽ നിന്ന് ഒളിച്ചു പോകും, അത് ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. ഇറ്റ് ലീക്സ് ഇൻ ടു ഹെൽത്ത്, മണി, റിലേഷൻഷിപ്പ് ആൻഡ് സെൽഫ് വർത്ത്. നമ്മളുടെ ആരോഗ്യത്തിലേക്കും പണത്തിലേക്കും ബന്ധങ്ങളിലേക്കും നമുക്ക് നമ്മളോട് തോന്നുന്ന സെൽഫ് വർത്തിലേക്കും അതെന്ത് ചെയ്യും? ലീക്ക് ചെയ്യും. അതിലേക്ക് അത് മിക്സപ്പ് ആവും. അങ്ങനെ അതിലേക്ക് അത് ലീക്ക് ചെയ്ത് അതെല്ലാം വഷളാകും. അപ്പോ അത് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ മുറിവ് എന്ത് ചെയ്യും? ഒരു ക്യാൻസർ പോലെ നിങ്ങളുടെ പണത്തിലേക്കും ആരോഗ്യത്തിലേക്കും ബന്ധങ്ങളിലേക്കും നിങ്ങൾക്ക് നിങ്ങളോടുള്ള സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് വർത്ത്, സെൽഫ് ലവ്, ഇതിലേക്കും നിങ്ങളുടെ സെൽഫ് ഇമേജിലേക്കും ഒക്കെ ഇത് ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിട്ട് നിങ്ങളെ ഇല്ലാണ്ടാക്കി കളയും. അപ്പൊ ഹീലിംഗ് എന്ത് ചെയ്യണം? നല്ലോണം ചെയ്യണം. സോ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹീലിങ്സുകൾ അല്ലെങ്കിൽ സംഗതികൾ നമ്മുടെ ബോഡിയിൽ ഉള്ളത്? ട്രോമ ഈസ് നോട്ട് ജസ്റ്റ് എ മെമ്മറി. ഒരു മെമ്മറി, ഒരു ഓർമ്മ മാത്രമല്ല ട്രോമ. ഇറ്റ് ഈസ് സ്റ്റോർഡ് എനർജി ഇൻ ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ സ്റ്റോർഡ് എനർജി ആയിട്ട് നിൽക്കുന്നതാണ്. ഇറ്റ് ഷോസ് അപ്പ്. അത് എന്തായിട്ടാണ് ഉള്ളത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് നെർവസ് സിസ്റ്റത്തിൽ ക്രോണിക് സ്ട്രെസ് ആയിട്ട്, ആങ്സൈറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അനുഭവപ്പെടും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് വരുന്നുണ്ടോ? ആങ്സൈറ്റി ഉണ്ടോ? നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുണ്ട്. ഇമോഷണൽ നംബ്നെസ്, ചില വികാരങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്നില്ല, ഫുള്ളായിട്ട് ധൈര്യം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടൊരു സ്ട്രെങ്ത്, ധൈര്യത്തോട് കൂടിയിട്ട്, ക്ലാരിറ്റിയുള്ള ധൈര്യത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വല്ലാണ്ട് ഉണ്ട്, ഫീൽ ചെയ്യാനുണ്ട്, നീട്ടിവെക്കാൻ പറ്റുന്നില്ല, നീട്ടിവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? പല കാര്യങ്ങളും നിങ്ങൾ നീട്ടിവെക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ വർക്ക് വരെ നിങ്ങൾക്ക് സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾ പീപ്പിൾ പ്ലീസിങ് ചെയ്യുന്നുണ്ട്. വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് തീരുമാനത്തിന് നോ പറയേണ്ടടുത്ത് നോ പറയുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ശ്രമിക്കുന്നു. റേജ്, വല്ലാണ്ട് ഉള്ളിൽ ദേഷ്യം, പൊട്ടിത്തെറിക്കുന്ന ദേഷ്യം അല്ലെങ്കിൽ എന്താ ഉള്ളിൽ ഒതുക്കിയിട്ട് തകർന്നു പോകുന്ന, ഡൗൺ ആയി പോകുന്ന അവസ്ഥ. സെൽഫ് സാബിറ്റാജ്, സ്വയം വേദനിപ്പിക്കുക, സ്വയം കുറ്റപ്പെടുത്തുക, സ്വയം വേദനിപ്പിച്ച് മുന്നോട്ട് പോവുക. സോ ഹീലിംഗ് ഹാപ്പൻസ് ത്രൂ ദ ബോഡി, നോട്ട് ജസ്റ്റ് ദ മൈൻഡ്. മനസ്സിലൂടെയല്ല ഹീലിംഗ് നടക്കുന്നത്, ശരീരത്തിലൂടെയാണ് ഹീലിംഗ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലൂടെയല്ല ഹീലിംഗ് നടക്കുന്നത്, ശരീരത്തിലാണ് ഹീലിംഗ് നടക്കുന്നത്. ശരീരം ഫ്രീ ആവുകയാണ് വേണ്ടത്. നിങ്ങളുടെ ബോഡി മൈൻഡ് അത്രയ്ക്കും കണക്റ്റഡാണ്. ശരീരം ഫ്രീ ആകണം. ശരീരം ഫ്രീ ആകാൻ ശരീരത്തിനുള്ളിലാണ് ഇതെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത്. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതെന്തായി മാറും? അത് സ്റ്റോർ ചെയ്ത് കിടക്കുന്നതിനെ ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. സോ അതിനെക്കുറിച്ച് ഹീലിംഗ് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിലേക്ക്, വലിയ രീതിയിലേക്കുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കത് എങ്ങനെയാണ് ഹീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ?
ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് വേണമെങ്കിൽ എഴുതി വയ്ക്കാം, അവയർനെസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എന്തൊക്കെ ഇമോഷൻസ് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു നമ്മൾ അവെയർ ആവണം. ഇമോഷണൽ പാറ്റേൺസ്, നമ്മൾ ട്രിഗേഴ്സ് തിരിച്ചറിയുക. യെസ്, എനിക്ക് ദേഷ്യം വരുന്നത് ഇതുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അവെയർ ആവുക. മനസ്സിലാവുന്നുണ്ടോ? അടുത്തതെന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാം. അതായത് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുക, സാരമില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാം. യെസ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ സേഫ് ആണ്, അല്ലെങ്കിൽ ഞാൻ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനെന്താ ചെയ്യേണ്ടത്? ടാപ്പിങ്ങിൽ, EFTയിൽ നല്ല മെത്തേഡ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഒരു സമാധാനിപ്പിക്കൽ ആവശ്യമാണ്. ഈഗോ കളയൽ ആവശ്യമാണ്. അടുത്താണ് എക്സ്പ്രഷൻ. അലോ ഇമോഷൻസ് ടു മൂവ് ഇൻസ്റ്റെഡ് ഓഫ് സപ്രസിങ് ദം. ഇമോഷൻസ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കണം. നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കൺട്രോൾ ചെയ്ത് വെക്കരുത് ഇമോഷൻസിനെ. അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമോഷൻസിനെ ഫീൽ ചെയ്യാൻ അനുവദിക്കണം. ചിലപ്പോൾ കരച്ചിൽ വരാം. അപ്പൊ അതൊരു ഹീലിങ്ങിന്റെ പാർട്ടായിട്ടായിരിക്കണം. ചുമ്മാ വെറുതെ ഇരുന്ന് കരയുന്ന കാര്യമല്ല പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹീലിങ്ങിന്റെ പാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉള്ളു തുറന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കരച്ചിൽ വരാം, വിഷമം വരാം, ഫീൽ ചെയ്യാം. EFT ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇമോഷൻസിനെ ഹീലിംഗ് പ്രോസസ്സിനിടയിലൂടെ കടത്തി വിട്ടിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളെ ഉള്ളിൽ നിന്ന് കരഞ്ഞു തീരുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിലൂടെ കരഞ്ഞു തീരുമ്പോൾ, അത് ഫീൽ ചെയ്ത് തീരുമ്പോൾ നമുക്കൊരാശ്വാസം ലഭിക്കും. ബിക്കോസ് അത് റിലീസായി. ചില സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും വരും, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ വേറൊരാളോടല്ല, നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളത്, അതിനെ ഫ്രസ്ട്രേഷൻ നമ്മൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ശരിക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റിയിട്ടില്ല, എന്തൊരു കഷ്ടമാണ്, എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങോട്ട് ഫീൽ ചെയ്തിട്ട് അത് എന്താ വെച്ചാല് അത് ഹീലിംഗ് പ്രോസസ്സിന്റെ ഇടയിൽ ഫീൽ ചെയ്തിട്ട് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള, എന്നിട്ട് കാമായി വരണം. ആൻഡ് ഫസ്റ്റ് എന്താണ്? അവയർനെസ്. സെക്കൻഡ് എന്താണ്? സേഫ്റ്റി. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സേഫാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സേഫാണ്. എക്സ്പ്രഷൻ എന്താണ്? റിലീസ് ചെയ്യുക. ദെൻ റിമൂവ് ദ സ്റ്റോർഡ് ഇമോഷൻ, അതാണ് റിലീസിങ്. എക്സ്പ്രസ് ചെയ്യുക, ദെൻ എക്സ്പ്രസ് ചെയ്ത ആ ഫീലിംഗ്സിലൂടെ കടന്നു പോകുക. അലോ ഇമോഷൻസ് ടു മൂവ് ഇൻസ്റ്റെഡ് ഓഫ് സപ്രസിങ്. ഇമോഷൻസിനെ വെൽക്കം ചെയ്യുക. ദെൻ റിലീസ്. ടാപ്പ് ചെയ്ത് നമ്മളെ ഉള്ളിൽ നിന്ന് അത് റിലീസ്, ലെറ്റ് ഗോ ചെയ്യുക. ആ ലെറ്റ് ഗോ പ്രോസസ്സിലൂടെ, ഇത് ഞാൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, ഐ ചൂസ് ടു ലെറ്റ് ഗോ എന്നത് റിലീസ് ചെയ്യാം. ദെൻ ഇൻ്റഗ്രേഷൻ. ഈ റിലീസ് ചെയ്തിട്ടുള്ള നിങ്ങളെ പുതിയ ബിലീഫുമായിട്ട്, പുതിയ വിശ്വാസങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം? പുതിയ ചിന്തകൾ കൊടുത്തിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് ഹീലിംഗ്. ഈ പ്രോസസ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയൊരു ഐഡന്റിറ്റിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹീൽ ചെയ്യപ്പെട്ടുള്ള നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിയെ നിങ്ങൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അത് നിങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നതാണ് എന്ത്? ഹീലിംഗ്. ക്ലിയർ ആണോ? അപ്പൊ ഹീലിംഗ് നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതിന് EFT എന്താ എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാജിറ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഹാജിറ മാമിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് സംസാരിക്കുക, കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഷീ വിൽ ഹെൽപ്പ് യു അലോട്ട്. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നിങ്ങൾക്കത് ആ ഒരു ക്ലാസ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഹീലിംഗ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? യെസ് ഓർ നോ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്കൈലർ പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യുക? കൂടുതൽ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഈ വരുന്ന 5-ാം തീയതി സ്കൈലർ പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ ഐ തിങ്ക് 5-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്? ജനുവരി 5-ന് EFT ഹീലിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ ഇവരൊക്കെ നമ്മുടെ ഹീലിംഗ് പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക? ഇൻവൈറ്റ് ചെയ്യുക. ഹീൽ ചെയ്ത് ഇതിന് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫ്രീ ആയിട്ടുള്ള സെഷനുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്ഡ് വൺസിനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഹീലിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ്. ഒരുപാട് പേരുടെ ലൈഫ്
ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ജാനുവരി 12, ജാനുവരി 12 യെസ്, ജാനുവരി 12, നോട്ട് ജസ്റ്റ് 5th. ശരിയാ, ഞാൻ മാറിയത്, അത് പഴയ ഡേറ്റ് ആണ്. സോ ജാനുവരി 12 ഈ പ്രോഗ്രാം എന്താ വെച്ചാൽ വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഇന്നത്തെ സെഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയാം ആരെങ്കിലും. എന്താണ് ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ? ഹീലിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പുതിയ നോളജ് എന്താണ്? പുതിയ തിരിച്ചറിവ് എന്താണ്? എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. എനിബഡി എന്താണ് ഇന്ന് തിരിച്ചറിഞ്ഞത്? ചിലർക്ക് ചിലപ്പം എനിക്ക് ഏറ്റവും നമുക്ക് ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് കണക്ട് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്ത് ഹീലിംഗ് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ചിലർക്ക് എന്താണ് ഹീലിംഗ് എന്ന് മനസ്സിലായി. പ്രാർത്ഥന ഹീലിംഗിലേക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന മനസ്സിലായി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. വേറെ ഫൈറൂസ പറഞ്ഞു, ഫൈറൂസാണ് പറഞ്ഞത് പ്രാർത്ഥന. യെസ്, ഇത്രയും പ്രതിഫലം ഉണ്ട് എന്നുള്ള ഇപ്പോഴാണ് മനസ്സിലായത്. അത് സെയിം എന്താണെന്നറിയോ? ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അല്ലേ? അതെ, അതിന്റെ ഇസ്ലാമിക് വേർഷൻ ആണ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾ എന്തെയാ, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. നിങ്ങൾ ഏത് വിഷയവും ക്ലിയർ ആവും. കാരണം ഏറ്റവും അതിന്റെ ചരിത്രം എന്താ പറയുന്നത്? പ്രവാചകനായിട്ടുള്ള നൂഹ് നബിയുടെ കഥയാണ് പറയുന്നത് അല്ലേ? മത്സ്യം വിഴുങ്ങിയ കഥ മനസ്സിലാക്കപ്പെടാൻ പറ്റിയ ഇതുവരെ അത് മനസ്സിലായിണ്ടായിരുന്നില്ല. മത്സ്യം വിഴുങ്ങിയ കഥയിൽ അവിടെ ചെന്നിട്ട് ചൊല്ലുന്ന കഥയിലാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ ചിന്തകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഒരു പ്രവാചകനാവാൻ അർഹനല്ല, അല്ലെങ്കിൽ ഞാൻ എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളെയാണ് അദ്ദേഹത്തെ അവിടേക്ക് എത്തിക്കുന്നത് അല്ലെ? ആ ചിന്തകളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പ്രവാചകൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ചൊല്ലുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതോട് കൂടിയിട്ടാണ് രക്ഷപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളുടെ ഒക്കെ ലൈഫിൽ നമ്മൾ ഏറ്റവും സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നിൽക്കുന്ന ഓരോ മതങ്ങളിലും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകും. ആ സംഗതികൾ എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫിൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? വലിയ രീതിയിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്യും? വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹീലിംഗ് എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലേ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു യൂനുസ് നബിയുടെ കഥയാണ്. ഓക്കെ, സോ യൂനുസ് നബിയുടെ കഥയിലാണ് പറയുന്നത്, വലിയൊരു തിമിംഗലത്തിന്റെ വെയിലിന്റെ വായ്ക്കകത്ത് പെട്ടിരിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ മീനിങ് എന്താണെന്ന് പറയുക? ദൈവത്തെ, അല്ലെങ്കിൽ പ്രപഞ്ചനാഥനെ, പ്രപഞ്ചശക്തിയെ, യൂണിവേഴ്സൽ പവറിനെ എന്ത് ചെയ്യാണ്? ആദരിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. നമ്മുടെ മിസ്റ്റേക്സുകൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. റെസ്ക്യൂ ചെയ്യപ്പെടാൻ നമ്മളെ ഈഗോ മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? റിലീഫിന് വേണ്ടിയിട്ട് തേടുന്ന ഒരവസ്ഥയാണ്. സോ തീർച്ചയായിട്ടും വളരെ നല്ലൊരു എന്താ പറയുക പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇത് ഓരോ മതങ്ങളിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അത് ഓരോ വേർഷൻ ആണെന്നേ ഉള്ളൂ. അതെന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാണ്. വലിയ രീതിയിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് മാറ്റം ഉണ്ടാകുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും അനുഗ്രഹിക്കട്ടല്ല. താങ്ക് യു സോ മച്ച്. ഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം. ഇനിയും ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് ജേണിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള മാറ്റങ്ങളും നല്ല രീതിയിലുള്ള വളർച്ചയും നല്ല സമ്പത്തും നല്ല വ്യക്തികളും നല്ല ആയുസ്സും നല്ല ആരോഗ്യവും എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ.
അതിനുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ എന്ത് ചെയ്യണം, പരസ്പരം പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും മനസ്സിൽ ഇൻറ്റൻഷൻ കൊടുക്കുകയും ഒരുമിച്ച് നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരൊരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ലൈഫ് വലിയ രീതിയിൽ മാറ്റിമറിക്കപ്പെടും. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയ ജേണിയാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് മാറ്റങ്ങൾ വരും. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹമ്പിളായിട്ട് തുടങ്ങുകയാണ്. ഇത് എന്താണ് മാറ്റം? ഇൻസ്പേസ് അക്കാഡമിയും സ്കൈലർ ലേണിങ്സും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്പേസ് അക്കാഡമിയിൽ ഞാനായിരുന്നു പ്രധാനപ്പെട്ട ട്രെയിനർ. സ്കൈലർ ലേണിംഗ് ഞാനൊരു പ്രധാനപ്പെട്ട ട്രെയിനറേ അല്ല. ഒരുപാട് പുതിയ ട്രെയിനേഴ്സ് വരും, ഒരുപാട് നല്ല ആൾക്കാർ വരും. അതേപോലെ തന്നെ ഇത് ഒരു 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 ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാൻ മാത്രമല്ല ഇത് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെ ലീഡേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ വഴിയെ മനസ്സിലാകും. അപ്പോൾ വലിയൊരു ടീം ഇതിൻ്റെ പിന്നിൽ, വേറെ വലിയൊരു പുതിയൊരു മാനേജ്മെന്റിന്റെ അണ്ടറിൽ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റാണ് സ്കൈലർ. നോക്കിയിട്ടാണ് എന്തൊക്കെ ഒരു എളിമ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയാണ്. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് കേട്ടോ. താങ്ക് യു. പുതിയൊരു തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു. Thank you, sir. യു ആർ വെൽക്കം.